ഓം ശാന്തി. ബാബയുടെ മുരളിയിന്മേൽ നമുക്ക് ജ്ഞാന ചിന്തനം ചെയ്യാം. ഓം ശാന്തി. ഉയർന്നതിലും ഉയർന്ന ശിവബാബ എന്നെ ഉയർന്നതിലും ഉയർന്ന പഠിത്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠിത്തത്തിൽ ഞാൻ പൂർണ്ണമായ ശ്രദ്ധ നൽകുകയാണ്. എൻ്റെ 100% അറ്റൻഷൻ ഈ പഠിത്തത്തിൽ ഞാൻ നൽകുകയാണ്. ഈ പഠിത്തം എന്നെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നതാണ്. എനിക്ക് ഈ പഠിത്തത്തിൻ്റെ ലഹരിയുണ്ട്. ഈ പഠിത്തം പഠിച്ച് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന ആ ദേവ പദവിയുടെ ലഹരി ഞാൻ അനുഭവിക്കുന്നു. സ്വർഗത്തിൻ്റെ മഹാരാജ മഹാറാണിയായി മാറാനുള്ള ഇത് പഠിത്തമാണ്. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി എടുക്കുവാനുള്ള ഈ പഠിത്തത്തിൻ്റെ ലഹരി എനിക്ക് വളരെ അധികം വന്നിരിക്കുകയാണ്. ഈശ്വരീയ പഠിത്തത്തിൻ്റെ ആ ഉയർന്ന ലഹരി ഇപ്പോൾ എന്നിൽ സ്പഷ്ടമായി കാണുന്നു. ഈ പഠിത്തം എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖത്തെ സമാപ്തമാക്കുന്നതാണ്. ഈ പഠിത്തം 21 ജന്മങ്ങളിലേക്ക് എനിക്ക് സുഖം നൽകുന്നതാണ്. ഈ പഠിത്തം എൻ്റെ 63 ജന്മങ്ങളിലെ പാപങ്ങളെ ഭസ്മീകരിക്കുന്നതാണ്. ഈ പഠിത്തം എന്നെ 21 ജന്മങ്ങളിലേക്ക് പുണ്യ ആത്മാവാക്കി മാറ്റുന്നതാണ്. ഈ പഠിത്തം എന്നെ താഴുന്ന കലയിൽ നിന്നും മുക്തമാക്കി ഉയരുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞാൻ ബാബ്ദാദയുടെ നമ്പർ 1 ആജ്ഞാകാരി കുട്ടിയാണ്. എൻ്റെ ഓരോരോ ചുവടും ബാബയുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ്. ബാബയുടെ ആജ്ഞയ്ക്ക് വിപരീതമായ ഒരു സങ്കല്പം പോലും എന്നിൽ നിന്നും ഉണ്ടാവുന്നില്ല. ബാബയുടെ ഓരോരോ ആജ്ഞയെയും ശിരസ്സാ
വഹിക്കുന്ന നമ്പർ 1 ആജ്ഞാകാരി കുട്ടിയാണ്. ബാബയുടെ ആജ്ഞയിലൂടെ നടന്ന് നടന്ന് എൻ്റെ തോണി മറുകരയെത്തുകയാണ്. സദാ ആജ്ഞാകാരിയായി ജീവിക്കുന്നതുകൊണ്ട് ഞാൻ മായയുടെ അനേക പ്രകാരത്തിലുള്ള യുദ്ധങ്ങളിൽ നിന്നും മോചിതനാണ്. മായ പ്രൂഫ് ആത്മാവാണ്. ബാബയുടെ ആജ്ഞയിലൂടെ നടന്ന് നടന്ന് എൻ്റെ ബുദ്ധിയുടെ പൂട്ട് പതുക്കെ പതുക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിൽ മായ പൂട്ടിയ ദിവ്യബുദ്ധിയുടെ പൂട്ട് ഇപ്പോൾ ബാബ തുറന്ന് തന്നുകൊണ്ടിരിക്കുന്നു. ദിവ്യബുദ്ധിയുടെ ഈ താക്കോൽ അന്വേഷിച്ച് അരക്കൽപ്പം ഞാൻ അലയുകയായിരുന്നു. ദിവ്യബുദ്ധിയുടെ താക്കോൽ അന്വേഷിച്ച് എത്ര ക്ഷേത്രങ്ങളിൽ ഞാൻ അലഞ്ഞു. ദിവ്യബുദ്ധിയുടെ ചാബി അന്വേഷിച്ച് എത്ര തീർത്ഥയാത്രകൾ ഞാൻ ചെയ്തു. എത്ര യജ്ഞ തപ ദാന പുണ്യങ്ങൾ ചെയ്തു. എന്നിട്ടും ഈ ചാബി എനിക്ക് ലഭിച്ചില്ല. ദിവ്യ ബുദ്ധി വിധാതാവായ സ്വയം ബാബ തന്നെ വന്ന് ദിവ്യബുദ്ധിയുടെ ചാബി ഉപയോഗിച്ച് എൻ്റെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു തന്നിരിക്കുന്നു. ഞാനിപ്പോൾ ദിവ്യ ബുദ്ധിവാൻ ആത്മാവാണ്. ബാബ എനിക്ക് ദിവ്യബുദ്ധിയുടെ വരദാനം നൽകിയിരിക്കുന്നു. എൻ്റെ ബുദ്ധിക്ക് ദിവ്യതയുടെ തിളക്കം വന്നിരിക്കുന്നു. ജ്ഞാനത്തെ സ്പഷ്ടമായി ബാബ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും ഉള്ള ദിവ്യ ബുദ്ധി എനിക്ക് പ്രാപ്തമായിരിക്കുന്നു. ഈ ഗൂഢമായ ബാബയുടെ ജ്ഞാനത്തെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽപ്പെട്ടവർക്കും സഹജമായ രീതിയിൽ സ്പഷ്ടമാക്കി മനസ്സിലാക്കിക്കാനുള്ള എൻ്റെ ദിവ്യ ബുദ്ധി ഉണർന്നിരിക്കുന്നു.
ഞാനിപ്പോൾ അപാരമായ സന്തോഷത്തിലാണ്. പരിധിയില്ലാത്ത സന്തോഷത്തിലാണ്. 2 യുഗങ്ങളിൽ എന്ത് സന്തോഷത്തിന് വേണ്ടിയാണോ അലഞ്ഞ് അലഞ്ഞ് ക്ഷീണിച്ചത്, ആ പരിധിയില്ലാത്ത അപാരമായ സന്തോഷത്തിൻ്റെ അനുഭൂതി ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയെ കിട്ടി, മുഴുവൻ ലോകവും കിട്ടി. ഈ പരിധിയില്ലാത്ത സന്തോഷത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും മുഴുവൻ ദിവസവും ഞാൻ ജീവിക്കുന്നു. ഞാൻ മധുരമായ ആത്മാവായി മാറിയിരിക്കുന്നു. മധുരത്തിലും മധുരമായ ബാബ വന്ന് എന്നെ മധുരമാക്കി മാറ്റിയിരിക്കുന്നു. ദിവസവും ജ്ഞാനാമൃതം കുടിപ്പിച്ച് എൻ്റെ സംസ്കാരത്തെ ബാബ മധുരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മധുരമുള്ള ആത്മാവായി മാറിയിരിക്കുന്നു. എൻ്റെ വാക്കുകളിൽ മധുരത നിറഞ്ഞിരിക്കുന്നു. വ്യവഹാരത്തിൽ മധുരത വന്നിരിക്കുന്നു. പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടുന്നതിനാവശ്യമായ ആ മധുരതയുടെ ആ സംസ്കാരം ഇപ്പോൾ ഞാൻ ധാരണ ചെയ്തിരിക്കുന്നു. ഞാൻ ബാബയുടെ അവകാശി കുട്ടിയാണ്. ബാബയിൽ അധികാരമുള്ള അവകാശി കുട്ടിയാണ്. അധികാരി കുട്ടിയാണ്. ബാബയുടെ സർവ സമ്പത്തിലും പൂർണ്ണ അധികാരമുള്ള അധികാരി അവകാശി കുട്ടിയാണ്. സത്യയുഗത്തിൽ രാജപദവിക്ക് യോഗ്യനായ ബാബയുടെ അവകാശി കുട്ടിയാണ്. ഞാനിപ്പോൾ ദേഹി അഭിമാനിയായി മാറാനുള്ള തീവ്രമായ ആന്തരിക പരിശ്രമത്തിലാണ്. മുഴുവൻ ദിവസവും ദേഹി അഭിമാനിയായി മാറാനുള്ള നിരന്തര പുരുഷാർത്ഥത്തിലാണ്. അരക്കൽപ്പത്തെ
ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹീയഭിമാനിയായി മാറുക എന്ന വലിയതിലും വലുതായ, ഉയർന്നതിലും ഉയർന്നതായ ലക്ഷ്യത്തെ നേടാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ വജ്ര സമാനമാക്കി മാറ്റുകയാണ്. കക്കയെപ്പോലെ ഇരുന്ന എന്നെ ബാബ വന്ന് വജ്ര സമാനം മൂല്യമുള്ളതാക്കി മാറ്റുകയാണ്. വിലയില്ലാതിരുന്ന എന്നെ വിലയുള്ള ആത്മാവാക്കി മാറ്റുകയാണ്. മഹാൻ ആത്മാവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയുടെ സഹായിയായി മാറി എൻ്റെ ഈ സംഗമയുഗി ബ്രാഹ്മണ ജന്മത്തെ വജ്ര തുല്യം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വജ്രസമാനം മൂല്യമുള്ള ആത്മാവായി മാറുകയാണ്. ഞാൻ എൻ്റെ ദേഹ അഹങ്കാരത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ്. ദേഹി അഭിമാനിയായി മാറാനുള്ള നിരന്തര തപസ്യയിൽ കൂടി എൻ്റെ ഉള്ളിലെ ദേഹ അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ നിശ്ചയ ബുദ്ധി ആത്മാവാണ്. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തിശാലിയാണ്. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ 4 നിശ്ചയത്തിൻ്റെ പില്ലറുകളും വളരെ സ്ട്രോങ് ആണ്. സ്വയത്തിൽ ഞാൻ പൂർണ്ണമായും നിശ്ചയബുദ്ധിയാണ്. ഞാൻ മഹാൻ ആത്മാവാണ്. ദേവകുലത്തിലെ മഹാൻ ആത്മാവാണ്. ക്ഷേത്രങ്ങളിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ജഡമൂർത്തിയുടെ ചൈതന്യ രൂപമാണ്. ഭക്ത ജനകൂടികളുടെ ഇഷ്ട ദേവതയാണ്.
ബാബ നൽകിയ സ്വമാനങ്ങളുടെ സ്വരൂപമായി മാറി സ്വയത്തിലുള്ള നിശ്ചയം ഞാൻ വളരെ സ്ട്രോങ് ആക്കി മാറ്റിയിരിക്കുന്നു. ആർക്കും ഒരിക്കലും ഇളക്കാൻ പറ്റാത്ത അത്ര ശക്തിശാലിയാണ് എൻ്റെ നിശ്ചയം. ബാബയിലും എനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. ജന്മജന്മാന്തരങ്ങളായി ഞാൻ ആരെയാണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, ആരെ പ്രാപിക്കാൻ വേണ്ടിയാണോ ഞാൻ അരക്കൽപ്പം അലഞ്ഞ് നടന്നത്, ആ ഒരേ ഒരാളാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നിശ്ചയവും ലഹരിയും എൻ്റെ ഉണർന്നിരിക്കുന്നു. ബാബയിലുള്ള എൻ്റെ നിശ്ചയവും വളരെ സ്ട്രോങ് ആണ്. ഡ്രാമയിലും ഞാൻ സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയാണ്. ഡ്രാമയിൽ നടക്കുന്ന ഓരോരോ സീനിലും എനിക്ക് നിശ്ചയം വന്നിരിക്കുന്നു. ഡ്രാമയിലെ ഓരോരോ സീനിനെയും അത് അമംഗളമാണെങ്കിൽ പോലും അതിനെ മംഗള ദൃഷ്ടിയിൽ കൂടി നോക്കാനുള്ള, കാണാനുള്ള എൻ്റെ നിശ്ചയം ഉണർന്നിരിക്കുന്നു. ഡ്രാമയിലുള്ള എൻ്റെ നിശ്ചയം വളരെ ശക്തിശാലിയാണ്. ബ്രാഹ്മണ പരിവാരത്തിലും എനിക്ക് നിശ്ചയം വന്നിരിക്കുന്നു. ഓരോരുത്തരുടെയും പാർട്ടിനെ സാക്ഷിയായി കണ്ട് ഓരോരുത്തരെയും നിശ്ചയബുദ്ധിയായി കാണാനുള്ള എൻ്റെ അഭ്യാസം വളരെ പക്കയായിരിക്കുന്നു. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ നിശ്ചയത്തിൻ്റെ 4 പില്ലറുകളും വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തിശാലിയാണ്. ഞാൻ നിശ്ചയബുദ്ധിയിൽ നിന്നും നിശ്ചിന്തനായി മാറിയിരിക്കുന്നു. ഒരു കാര്യത്തിലും ഇളകാത്ത, സങ്കല്പം പോലും ഇളകാത്ത അചഞ്ചലനായി ഞാൻ മാറിയിരിക്കുന്നു. ത്രികാലദർശിയായി മാറി ഞാൻ നിശ്ചിന്തനായി മാറിയിരിക്കുന്നു. ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഓരോരോ ചുവടിലും മംഗളമുണ്ട്.
എൻ്റെ ഓരോരോ ചുവടും മംഗളത്തിൻ്റെ ചുവടാണ്. ഞാൻ മംഗളകാരിയായ ബാബയുടെ കൈ പിടിച്ചിരിക്കുന്നു. ബാബ എൻ്റെ അമംഗളത്തെ പോലും മംഗളമാക്കി മാറ്റും. അതുകൊണ്ട് ഞാൻ സദാ നിശ്ചിന്തനാണ്. ചിന്തയില്ലാത്ത ചക്രവർത്തിയാണ്. പരിധിയില്ലാത്ത അച്ഛൻ്റെ കൈ പിടിച്ച് നിശ്ചയബുദ്ധിയായി നിശ്ചിന്തനായി ഞാൻ എൻ്റെ ബ്രാഹ്മണ ജീവിതം ജീവിച്ചു തീർക്കുന്നു. ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സദാ ബാബയുടെ സ്നേഹി ആത്മാവാണ്. ഞാൻ സദാ ബാബയുടെ ഓരോ കാര്യത്തിലും സഹയോഗിയാണ്. ഞാൻ സ്നേഹിയിൽ നിന്നും സഹയോഗി ആത്മാവാണ്. ഓം ശാന്തി.